ലാബിൻ്റെ റിസൾട്ട് കിട്ടിയായിരുന്നു. ഡോക്ടറെ കാണാൻ ടോക്കൺ എടുത്തിട്ടുണ്ട്. 18ാമത്തെ നമ്പരാണ്. ഞാൻ പിന്നെ നമ്മുടെ മൊബൈൽ കഴിഞ്ഞ ദിവസം എനിക്ക് തറയി വീണല്ലോ വർക്കിന് പോയപ്പോഴത്തേക്ക്. അത് വേറൊരു ഫോൺ വാങ്ങാനായിട്ട് തൊട്ടടുത്തൊരു ഷോപ്പുണ്ട്, ഒരു മൊബൈൽ ഷോപ്പിലും കൂടെ കയറാമെന്ന് വിചാരിച്ചു. അതെ, അത് കൊള്ളാം, നല്ലതൊന്നും എന്തായാലും വാങ്ങും, നമുക്ക് നല്ല ഒരെണ്ണം മേടിക്കാം. പിന്നെ മാത്തച്ചായന് പലിശ കൊണ്ടുവരും. ഈ മാസത്തെ ഉണ്ട്, മൂപ്പയുടെ കഴിഞ്ഞ മാസത്തെ ഉണ്ട്. കഴിഞ്ഞ മാസം പുള്ളി ഉടായ്പ കാണിച്ചാണ്, അത് പറ്റത്തില്ല, രണ്ടും കൂടി ചേർത്ത് നീ മേടിച്ച് വെച്ചേക്കണം. ഓക്കെ, ഞാനിവിടുന്ന് മൊബൈലും കൂടെ നോക്കിയിട്ട് ഇറങ്ങുമ്പോൾ നിന്നെ വിളിക്കാം. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ. സാർ എന്താ വേണ്ടത്? ചേട്ടാ, എനിക്കൊരു മൊബൈൽ ഒന്ന് നോക്കണം, പുതുതായിട്ട് വാങ്ങാൻ. ഫോൺ ഇത് 10,000 രൂപയുടെ 1 ഇയർ ഗ്യാരണ്ടി. വേറെ ഒന്നുകൂടി കാണിക്കാനുണ്ടോ? ഇത് 25,000 രൂപയുടെ 2 വർഷം ഗ്യാരണ്ടി. വില നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം. പിന്നെ ഗ്യാരണ്ടി ഉറപ്പായിട്ട് തന്നിരിക്കും. വിലയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സാറേ, അല്ലേ? നമുക്ക് ഗ്യാരണ്ടി ഉറപ്പാ. നോക്ക്, സാറേ, ഇവിടെയുള്ള എല്ലാ മൊബൈലും ടോപ്പ് ക്വാളിറ്റിയാണ്. പക്ഷേ ഒരു വിട്ടുവീഴ്ചയില്ല, ഉറപ്പായിട്ടും ഗ്യാരണ്ടി. സാറിന് ഇത് ഇഷ്ടപ്പെട്ടോ? ഇത് നോക്കാം, കുഴപ്പമില്ല. സാറേ, ബഡ്ജറ്റിന്റെ കാര്യത്തിൽ സാറ് ബുദ്ധിമുട്ടുണ്ടോ? നമുക്കിവിടെ EMIക്കുള്ള സൗകര്യമുണ്ട്. പിന്നെ സാറിന്റെ ആ ആധാർ കാർഡിന്റെ കോപ്പി ഇങ്ങോട്ട് വന്നാൽ സിവിൽ സ്കോർ എത്രയാണ് ഞാൻ നോക്കിയിട്ട് പറയാം. ഇത് മേടിക്കാൻ വളരെ സിമ്പിളാണ്. എനിക്ക് നിങ്ങളുടെ EMIയുടെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ലോണൊന്നും വേണ്ട. ഞാൻ ഡോക്ടറെ കാണാൻ പോകാൻ വരുന്ന വഴിക്ക് കുറച്ച് സമയം ടോക്കൺ എടുത്തിട്ട് കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞാൻ കയറി ഒരു മൊബൈൽ നോക്കിയതാണ്. ഞാൻ അടുത്ത ദിവസം തന്നെ പോയിട്ട് വരാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ടോക്കൺ നമ്പർ 10 മോളിക്കുട്ടി. ടോക്കൺ നമ്പർ 11 സന്തോഷ്. സന്തോഷ്, നിങ്ങളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരല്പം കോംപ്ലിക്കേറ്റഡാണ്. ഈ അസുഖം ശരീരം മുഴുവനും വ്യാപിച്ചിരിക്കുക. ഇതിന് വേറെ ചികിത്സാ വിധികളൊന്നുമില്ല. സാർ, പണം എത്രയായാലും ഒരു പ്രശ്നമല്ല. എൻ്റെ ജീവനെ നിലനിർത്താൻ പറ്റും സാർ. എന്താ സന്തോഷം, എന്ത് പറ്റി? കരയാതെ എന്ത് പറ്റിയെന്ന് പറഞ്ഞോളൂ. എന്താ പറ്റിയേ? എന്താ സന്തോഷം, നീ എന്തിനാ ഇത്രത്തോളം വിഷമിക്കുന്നത്? ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. എന്താ പറഞ്ഞോളൂ. എൻ്റെ റിപ്പോർട്ട് ഡോക്ടർ വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ജീവൻ ഒരു ഗ്യാരണ്ടി ഇല്ല. അത്രേ ഉള്ളൂ, വിഷമിക്കണ്ട. സാർ, നമ്മളിവിടെ ഇലക്ട്രോണിക്സ് ഉപകരണം ഒരു മൊബൈൽ വാങ്ങിച്ചാൽ പോലും അതിന് ഗ്യാരണ്ടി ഉണ്ട്. മനുഷ്യ ജീവൻ ഒരു ഗ്യാരണ്ടി ഇല്ല സാർ. ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് മാത്രമേ ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുള്ളൂ. ഉൽപ്പാദകന് ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് കഴിയില്ല. മനുഷ്യ ജീവന് ഒരു ഗ്യാരണ്ടി ഇല്ല സാർ. തീർച്ചയായും ഉണ്ട്. സന്തോഷേ, നീ ഒട്ടും വിഷമിക്കണ്ട. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. പിതാവായ ദൈവം മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. എനിക്കും നിനക്കും വേണ്ടി പാപപരിഹാരത്തിനായ യേശു കാൽവരി കുരിശിൽ യാഗമായി തീർന്നു. ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും രോഗശാന്തിയും നിത്യജീവനുമുണ്ട്. സന്തോഷം, നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. മാനവരാശിയുടെ നിത്യജീവന് വേണ്ടി
തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. എനിക്കും നിനക്കും വേണ്ടി യേശു കാൽവരിയിൽ യാഗമായി തീർന്നു. ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. നിത്യജീവൻ മാത്രമല്ല, പാപമോചനവും രോഗശാന്തിയും യേശുവിൽ വിശ്വസിക്കുന്നവർക്കുണ്ട്. സന്തോഷം, ഈ ലോകത്ത് കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ജീവിച്ചാൽ നിന്റെ ജീവിതം പൂർണ്ണ ഗ്യാരണ്ടിയാണ്. എന്ന് ഞാനും എൻ്റെ കുടുംബവും ഈ ഗ്യാരണ്ടിക്ക് വേണ്ടി ജീവിക്കാൻ കർത്താവായ യേശുവിൽ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായും സന്തോഷം, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ നിനക്ക് വേണ്ടി ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം. ഞാനൊരു പ്രാർത്ഥന നിനക്ക് പറഞ്ഞു തരാം. ദയവായി ഏറ്റു പറയാമോ? ഞാൻ പറയാം. ഒന്ന് മുട്ടുകുത്താവോ? കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപങ്ങൾ മോചിച്ചു തന്നതിന് എന്റെ പാപങ്ങൾ മോചിച്ചു തന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ജീവന്റെ സിംഹാസനത്തെ അങ്ങയുടെ ജീവന്റെ സിംഹാസനത്തെ എനിക്ക് അധീനമാക്കി തരണമേ. എനിക്ക് അധീനമാക്കി തരണമേ. നിത്യജീവന്റെ അവകാശിയാക്കി നിത്യജീവന്റെ അവകാശിയാക്കി എന്നെ തീർക്കണമേ. എന്നെ തീർക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ. യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. ആമേൻ. എഴുന്നേൽക്കൂ സന്തോഷ്. തീർച്ചയായും നീ നിത്യജീവന്റെ അവകാശിയായി തീർന്നിരിക്കുന്നു.